ഓക്കെ, ശ്യാംരാജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്യാം നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കാം. ഒന്ന് ഞാനതിനകത്ത് പറഞ്ഞത് അവിടെ വരണം. ഞാൻ രാംകുമാർ സാർ പറഞ്ഞൊരു പോയിന്റിൽ ഞാൻ തുടങ്ങാം. സഹിക്കാൻ പറ്റുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഈ ആളുകളുടെയൊക്കെ പ്രശ്നം അതാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഒന്ന്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നാം അങ്ങോട്ട് കയറി തകർത്ത് തരിപ്പണമാക്കി തച്ചുടച്ചു കളഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് ഇത്രയധികം വരുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ ഇല്ലാതാക്കി. ഈ ഇല്ലാതായിട്ടുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഒരിക്കൽ നമ്മുടെ കാണ്ഡഹാറിൽ നിന്നുള്ള നമ്മുടെ ഫ്ലൈറ്റ് റാഞ്ച് ചെയ്തിട്ടുള്ള ആ ഭീകരവാദി അടക്കമുള്ള ആളുകൾ, അസറഫ് അടക്കമുള്ള ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവരെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ മുംബൈ ആക്രമണം നടത്തിയ മുംബൈ ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരുന്ന അജ്മൽ കസബിനൊക്കെ ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരുന്ന മുരീദ് കെയിലെ ലഷ്കർ ഇ തോയ്ബയുടെ മർക്കസ് തോയ്ബ എന്ന് പറയുന്ന അവരുടെ പരിശീലന കേന്ദ്രം തച്ചു തകർത്തു. അങ്ങനെ നമ്മൾ മുഴുവനും അടിച്ചു തകർത്ത് പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ നാമാവശേഷമാക്കി. രണ്ടാമത് സംഭവിച്ചത് എന്താണ്? ഒന്ന്, ഈ പറയുന്ന രീതിയിൽ ലോകത്തിന്റെ ആയുധ കമ്പോളത്തിലോ സൈനിക ശേഷിയിലോ ചൈന വലിയ സംഭവമൊന്നുമല്ല എന്ന് യഥാർത്ഥത്തിൽ ലോക ജനതയ്ക്ക് മനസ്സിലായി. കാരണം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ് പൊളിച്ചടക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചത്. മൂന്നാമതായിട്ട് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധ രാജ്യങ്ങളാണെന്ന്. സത്യത്തിൽ ഇന്ത്യ മാത്രമാണ് ആണവായുധ രാജ്യമെന്നും പാകിസ്ഥാനിന്റെ ആണവായുധ ഭീഷണിയൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പറയാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ അത് മനസ്സിലാവുകയും ചെയ്തു. ഈ അണവായുധം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിക്കണമെന്നുണ്ട്, അതൊന്നും നടക്കൂല എന്നുള്ള കാര്യം ലോകത്തിന് മുഴുവൻ മനസ്സിലായി. അപ്പോൾ ഇവിടെ സത്യത്തിൽ സംഭവിച്ചത്, ഒന്ന്, ചൈന അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചൈന എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് അവരുടെ ബലഹീനത ലോകത്തിന് മനസ്സിലായി. രണ്ട്, ഇന്ത്യ പാക് സമം എന്നുള്ള ഒരു ഇക്വേഷനൊക്കെ മാറി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ദരിദ്ര രാജ്യം മാത്രമാണെന്നും സൈനിക ശേഷിയിലെ ഇന്ത്യയോടൊപ്പം തുച്ഛമായിട്ട് ഒരുപക്ഷെ ഒന്ന് താരതമ്യ വിധേയം പോലും അല്ലാത്ത രീതിയിലുള്ള ഒരു ദുർബല രാജ്യം എന്ന് ലോകത്തിന് മനസ്സിലായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ആരാണ്? നരേന്ദ്രമോദി, BJP സർക്കാർ, സംഘപരിവാർ സംഘടനകൾ. അവിടെയാണ് അവർക്ക് സഹിക്കാതായത്. ഇതെല്ലാം ചെയ്തത്, ഈ കാര്യങ്ങൾ എല്ലാം ചെയ്തതും മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശേഷിയായിട്ട് കഴിഞ്ഞ ആഴ്ച മാറിക്കഴിഞ്ഞു. ജപ്പാനെ നമ്മൾ പിന്തള്ളി. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പാകിസ്ഥാനെയും ചൈനയൊക്കെ ബഹുദൂരം എല്ലാ രീതിയിലും തിരിച്ചടിയിൽ നമ്മൾ പിന്നോട്ടാക്കുന്നു. രണ്ട്, സാമ്പത്തിക ശേഷിയിൽ പിന്നോട്ടാക്കുന്നു. ഇങ്ങനെ മുഴുവൻ രീതിയിലും ഇന്ത്യ ലോകത്തിന്റെ നിറകയിലേക്ക് കയറുമ്പോൾ അതിന് കാരണം നരേന്ദ്രമോദിയും BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാകുമ്പോൾ അത് സഹിക്കുന്നില്ല. അതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം അത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണെന്ന്. ഈ രാഹുൽ ഗാന്ധി, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. സുസ്ഥിരമായിട്ട് ഈ രാജ്യം പോകുന്നതിന് ഇവർ ഭയപ്പെടുന്നു. ഈ രാജ്യം ഒരു വികസിത രാജ്യമാകുന്നതിന് ഇവർ ഭയപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് ആ ഭയത്തിൽ നിന്ന് ജനങ്ങളെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ അത്രത്തോളം ലേഖനം ഇവർ എഴുതുക തന്നെ ചെയ്യും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. സത്യത്തിൽ ഈ ലേഖനം എങ്ങനെയായിരുന്നു എഴുതേണ്ടിയിരുന്നത്? നമ്മൾ പറയേണ്ടത്, നമ്മുടെ കാണ്ഡഹാറിലെ വിമാനം റാഞ്ചിയ ഭീകരനെ അടക്കമുള്ള അവന്റെ കുടുംബത്തെ നമ്മൾ നാമാവശേഷമാക്കി അതിന് നമ്മൾ അഭിമാനിക്കണം എന്ന് നമ്മൾ എഴുതണ്ടല്ലോ. അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്, ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. അതിനെതിരെ ഈ രാജ്യത്തിലെ, ഈ സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള അത് ഇവർ മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കോൺഗ്രസിലെ ഇപ്പൊ ശശി തരൂരിനെ പോലെയുള്ള ആളുകളെ പോലും കോൺഗ്രസിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ എല്ലാ പാർട്ടികളും, പ്രത്യേകിച്ച് ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, എല്ലാ പാർട്ടികളും സമസ്തയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ തിണ്ണനിരങ്ങാണല്ലോ. അതായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നതും. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ എന്ത് നാണം കെട്ടും ഇവരുടെ തിണ്ണം നിരങ്ങുകയും ഇവർ എന്ത് ചെയ്താലും അത് ശരിയെന്ന് പറയുകയും ഇവരെന്ത് തന്നെ കൊടുത്താലും അത് അമൃതം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷിക്കുന്ന രീതിയിലോട്ട് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാറിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് യാഥാർത്ഥ്യം? ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്നത് ഇത് നിഷ്കളങ്കമായിട്ടുള്ള ആർട്ടിക്കിളൊന്നുമല്ല. ഇത് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് രാജ്യവിരുദ്ധമാണ്, ഈ രാജ്യത്തിലെ സർക്കാർ വിരുദ്ധമാണ്. അതിനെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അതുമായിട്ടുള്ള ചർച്ചകളുമായിട്ട് ഇനി
മുമ്പോട്ട് പോവുക തന്നെ വേണം. അതായത് അത് തന്നെയാണ് എനിക്ക് ഇവിടെ ഈ ഒരു വിഷയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പോയിന്റോട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ BJP സർക്കാരും പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറഞ്ഞു. ഒന്ന്, ഇത്തരത്തില് ഒരു രാജ്യത്തെ നമ്മൾ തിരിച്ചടിച്ച് തോൽപ്പിച്ചപ്പോ അത് രാജ്യത്തെ ജനങ്ങളോട് പറയുമെന്നേ. അത് ഇനിയും പറയും, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലൊക്കെ പറയും. എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? ഈ 2004 മുതൽ 2014 വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഈ രാജ്യത്ത് എത്രയധികം തീവ്രവാദ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. ഓർമ്മയില്ലേ? മുംബൈയിൽ തന്നെ 2006 അരമണിക്കൂറിനകത്തില് 8-7 ട്രെയിനുകളിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായി. നമ്മുടെ 200ഓളം പേരെ ആൾക്കാർ നഷ്ടപ്പെട്ടത്. ഡൽഹിയില്, മുംബൈയില്, കൊൽക്കത്തയില്, അഹമ്മദാബാദില്, ബാംഗ്ലൂര്, ഹൈദരാബാദ്, എവിടെയൊക്കെ സ്ഫോടനം നടക്കാതിരുന്നത്. പക്ഷെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ ജമ്മു കാശ്മീർ ഒഴികെ ഒരു ഭാഗത്ത് പോലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടക്കാതായി കഴിഞ്ഞപ്പോൾ, ഈ രാജ്യത്തെ തീവ്രവാദത്തെയും നക്സലിസത്തെയും അടിച്ചമർത്തി കഴിഞ്ഞപ്പോൾ, ഇനി എന്നൊക്കെ തീവ്രവാദികൾ ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു, അന്നൊക്കെ അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുകയും ചെയ്തപ്പോ അതിൽ ജനങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്നേ. അതിൽ ആ തിരിച്ചടിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിയിൽ നമുക്ക് അഭിമാനം ഉണ്ടാകുന്നേ. ആ പ്രധാനമന്ത്രി നയിക്കുന്ന പാർട്ടിയിൽ നമുക്ക് അഭിമാനം ഉണ്ടാകുന്നേ. അത് ജനങ്ങളോട് പറയുക തന്നെ ചെയ്യുമെന്നേ. അത് പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറയാൻ എങ്ങനെ ശരിയാവുക? നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, തീവ്രവാദികളെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവർ നമ്മുടെ കാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അത് ആത്മാഭിമാനമുള്ള ഈ രാജ്യത്തെ ജനങ്ങളോടും ഞങ്ങൾ BJP-ക്കാരനും ഇന്നാട്ടിൽ ആത്മാഭിമാനമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനതയോട് നമ്മൾ പറയുമെന്നേ. അതിന് ഇവര് കൊതി കുത്തിയിട്ട് കാര്യമൊന്നുമല്ല, അതിന് അസൂയ കൊണ്ടിട്ടും കാര്യമില്ല, അത് ഇവർക്ക് സഹിക്കാൻ പറ്റാതിരുന്നിട്ടും കാര്യമില്ല. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. അത് ഞങ്ങൾ ഇനിയും ജനങ്ങളോട് പറയും. ഇനിയും പാകിസ്ഥാനോട് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. പറഞ്ഞിട്ടുള്ളത്, ഇനിയൊരു തീവ്രവാദ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യുദ്ധമായി കണക്കാക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്, ഈ രാജ്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും തിരിച്ചടിക്കുന്നേ ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അത് ജനങ്ങളോട് പറയുകയും ചെയ്യും. അതില് അഭിമാനം കൊള്ളുന്നതിന് പകരം, അതില് രാജ്യത്തിന്റെയും സർക്കാരിനൊപ്പം നിൽക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്നുള്ളത് മാത്രമല്ല, അതിനെ രാജ്യദ്രോഹം എന്ന് തന്നെ പറഞ്ഞാലും തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. അത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് സമസ്ത അടക്കമുള്ള സംഘടനകൾ നമുക്ക് രാജ്യത്തോടൊപ്പം നിൽക്കാം, എന്നിട്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെ വരണം എന്നാണ് ഇവരോട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇവരങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്താണ് എന്നൊക്കെ പരിശോധിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ വരണം എന്ന് നിർബന്ധമൊന്നും പിടിക്കാനും പറ്റില്ല. പക്ഷെ ഇവരൊരുമിച്ച് വരണം, ഈ രാജ്യത്തിനോടും അതോടൊപ്പം ഇവിടുത്തെ സർക്കാരിനോടും ഈ സന്ദർഭത്തിലെങ്കിലും നിൽക്കണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. യെസ്.